ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്തമെറ്റിക്സ് ഫസ്റ്റ് ടേം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ആൻസർ ചെയ്യുന്നത് കേട്ടോ. അതിൽ ആക്ടിവിറ്റി ഫസ്റ്റ് ഷേപ്സ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷേപ്സ് ഷോൺ ബിലോ ആൻഡ് ടു ഓഫ് ദയർ പെക്യുലാരിറ്റീസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, പേരുകൾ എഴുതുക. അതുപോലെ തന്നെ അതിന്റെ രണ്ട് സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഷേപ്സാണ് കൊടുത്തിരിക്കുന്നത്? കോണും അതുപോലെ തന്നെ റെക്ടാംഗിളും ആണ് അല്ലെ. കോണിന്റെ പെക്യുലാരിറ്റീസ് ഏതൊക്കെയാ? രണ്ട് പെക്യുലാരിറ്റീസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? കോൺ ഈസ് എ 3-dimensional geometrical shape. The base of a cone is a circle എന്ന് എഴുതാം. It has only one vertex എന്ന് എഴുതാം. It has no edges എന്നൊക്കെ എഴുതാം കേട്ടോ. അതിലത്തെ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. അടുത്തത് റെക്ടാംഗിളിന്റെ പെക്യുലാരിറ്റീസ് ഏതൊക്കെയാണ്? റെക്ടാംഗിൾ ഹാസ് 4 sides. It has 4 corners. Then opposite sides are equal. The top and the bottom lines are horizontal. The left and right sides are vertical. ഇതൊക്കെയാണ് പെക്യുലാരിറ്റീസ്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക കേട്ടോ. അടുത്തത് which set of sides can form a rectangle എന്നാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റുകൾ നോക്കൂ. ഫസ്റ്റ് വൺ 4 cm, 6 cm, 4 cm, 7 cm. സെറ്റ് ഓഫ് സൈഡ്സും കൊണ്ട് നമുക്ക് റെക്ടാംഗിൾ ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് എന്താണ്, നമുക്കറിയാം ഒരു റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കാം 5 cm, 5 cm, 5 cm, 5 cm. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ അത് സ്പെഷ്യൽ റെക്ടാംഗിൾ ആണ് അല്ലെ, അതായത് സ്ക്വയർ ആണ് അല്ലെ. നമുക്കറിയാം ഓൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഓൾ സ്ക്വയേഴ്സ് ആർ റെക്ടാംഗിൾസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ സെറ്റ് ആവുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റെക്ടാംഗിൾ ഫോം ചെയ്യാൻ പറ്റുക കേട്ടോ. നെക്സ്റ്റ് 2 സെറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്ടാംഗിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഇഫ് യു കട്ട് ഓഫ് എ കോർണർ ഓഫ് എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ, ഹൗ മെനി കോർണേഴ്സ് ഡസ് ദ പേപ്പർ ഹാവ് നൗ? ഒരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പറിന്റെ ഒരു കോർണർ കട്ട് ചെയ്താല് എത്ര കോർണേഴ്സ് ആയിരിക്കും ആ പേപ്പറിന് ഇപ്പൊ ഉണ്ടാവുക എന്നാണ് കേട്ടോ. എത്ര ഉണ്ടാവുക? 5 കോർണേഴ്സ് ആണ് അല്ലെ. ഒരു കോർണർ കട്ട് ചെയ്താല് അവിടെ നമുക്കറിയാം 2 കോർണേഴ്സ് ഉണ്ടാവില്ലേ, ബാക്കി 3യും. അപ്പൊ 3 + 2 എത്രയാ? 5 കോർണേഴ്സ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബോബി ഈസ് മേക്കിംഗ് ഗ്രീറ്റിംഗ് കാർഡ്സ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. പേസ്റ്റഡ് colored strings along all 4 sides of the cards. For one card, each side is 8 cm. For the other card, 2 sides are 8 cm and the other 2 sides are 6 cm. What is the total length of string used? ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കുന്ന ഫ്രണ്ട്സിന് ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, 4 സൈഡിലും കളേർഡ് സ്ട്രിങ്സ് ഒട്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 കാർഡ്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. ആദ്യത്തെ കാർഡിന് എന്താണ് 4 സൈഡും 8 cm ആണ്. മറ്റേ കാർഡ് എങ്ങനെയാ? 2 സൈഡ് 7 cm, 2 സൈഡ് 6 cm ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ് യൂസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു കാർഡ് ഇവിടെ എങ്ങനെയാ? സ്ക്വയർ കാർഡ് ആണല്ലേ. അതായത് 4 സൈഡും 8 cm എന്ന് പറഞ്ഞാല് എന്താണ്? സ്ക്വയർ ആണ്. അടുത്ത കാർഡ് എങ്ങനെയാ? റെക്ടാംഗിൾ ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് റെക്ടാംഗിൾ ആണ് അല്ലെ. ഫസ്റ്റ് ലെങ്ത് ഓഫ് സ്ട്രിങ് യൂസ് ഫോർ സ്ക്വയർ കാർഡ് എത്രയാന്ന് കണ്ടെത്തുക. 4 സൈഡില് 8 cm വെച്ചിട്ട് അപ്പൊ എത്രയാ? 4 × 8 അല്ലെ. 4 × 8 കണ്ടാ പോരെ. അപ്പൊ എത്രയാ? 32 ആണ്. അടുത്തത് ലെങ്ത് ഓഫ് സ്ട്രിങ് യൂസ് ഫോർ റെക്ടാംഗുലർ കാർഡ് കാണാം. അതെങ്ങനെയാ കാണാ? ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? 2 സൈഡ് 8 cm വെച്ചിട്ടും എന്താണ് 2 സൈഡ് 6 cm വെച്ചിട്ടും അല്ലെ. അപ്പൊ 2 × 8 കാണാം, ദെൻ 2 × 6 കാണാം. അത് രണ്ടും കൂടിയും ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ എത്രയാ വരിക? 2 × 8 എന്ന് പറഞ്ഞാല് 16, ദെൻ 2 × 6 എന്ന് പറഞ്ഞാല് 12. 12ഉം 16ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് 28 ടോട്ടൽ കിട്ടും. ദെൻ ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ് യൂസ്ഡ് എങ്ങനെയാ കാണുക? സ്ക്വയർ കാർഡിനെ യൂസ് ചെയ്ത സ്ട്രിങ് എത്രയായിരുന്നു? 32 ആണ്. ദെൻ റെക്ടാംഗുലർ കാർഡിനെ യൂസ് ചെയ്ത സ്ട്രിങ് എന്ന് പറയുന്നത് 28 ആണ് അല്ലെ. അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ മതി. അപ്പൊ 32 + 28 എത്രയാ വരിക? 60 ആണ് വരിക കേട്ടോ. അപ്പൊ 60 ആണ് ടോട്ടൽ ലെങ്ത്, 60 cm. ആക്ടിവിറ്റി 2 Bobby and his family went to a mall for Onam shopping. They bought clothes and electronic items. The price list is given below. അപ്പൊ എന്തൊക്കെയാണ് ബോബിയും ബോബിയുടെ ഫാമിലി വാങ്ങിയിരിക്കുന്നത് എന്ന് ചൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ? ക്ലോത്ത്സും വാങ്ങിയിട്ടുണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസും വാങ്ങിയിട്ടുണ്ട്, അതിന്റെ പ്രൈസുകളും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ മച്ച് മണി ഡിഡ് ദേ സ്പെൻഡ് ഓൺ ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര കാശാണ് ഇലക്ട്രോണിക് ഐറ്റംസിന് ചെലവാക്കിയത് എന്നാണ്. എന്ത് ചെയ്താൽ മതി? ഏതൊക്കെ ഐറ്റംസാ വാങ്ങിയിരിക്കുന്നത്? മിക്സർ ഗ്രൈൻഡറും അയൺ ബോക്സും അല്ലെ. അതിന്റെ രണ്ടിന്റെയും പ്രൈസ് കൂട്ടിയാൽ പോരെ. അപ്പൊ എത്രയാ? 4500 + 1000 ഈസ് ഈക്വൽ ടു എത്രയാ? 5500 അല്ലെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് മണി ഡിഡ് ദേ സ്പെൻഡ് ഓൺ ക്ലോത്ത്സ് എന്നാണ്. അതായത് ക്ലോത്ത്സ് വാങ്ങാൻ അവർ എത്രയാണ് ചെലവാക്കിയത് എന്നാണ്. അപ്പൊ എന്ത് ചെയ്യാം? ക്ലോത്ത്സിന്റെ പ്രൈസ് എല്ലാം ആഡ് ചെയ്യുക കേട്ടോ.
2000 plus 1500 plus 1200 plus 850 plus 600 plus 1250. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7400 കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് മോർ മണി ഡിഡ് ദേ സ്പെൻഡ് ഓൺ ക്ലോത്ത്സ് ദാൻ ഇലക്ട്രോണിക് ഐറ്റംസ്? അതായത് ഇലക്ട്രോണിക് ഐറ്റംസിന് ചെലവാക്കിയതിനെക്കാട്ടിലും എത്രണ്ട് കൂടുതലാണ് അവര് ക്ലോത്ത്സിന് ചെലവാക്കിയത് എന്നാണ്. ഇത് ചെയ്താൽ മതി. നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസിന് ചെലവാക്കിയത് എത്രയാണെന്ന് കണ്ടെത്തിയിരുന്നു, ക്ലോത്ത്സിന് ചെലവാക്കിയത് എത്രയാണെന്ന് കണ്ടെത്തി അല്ലേ. ഈ ക്ലോത്ത്സ് ചെലവാക്കിയതിൽ നിന്ന് ഇലക്ട്രോണിക് ഐറ്റംസിന് ചെലവാക്കിയ എമൗണ്ട് കുറച്ചാൽ പോരെ. അതായത് 7400 മൈനസ് 5500 ചെയ്താൽ മതി അല്ലേ. അപ്പൊ എത്രയാ വരിക? 1900. ദെൻ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റൈറ്റ് ദ പ്രൈസസ് ഓഫ് ദ ഐറ്റംസ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളർ. അതായത് സാധനങ്ങളുടെ വിലകള് എന്താണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലെ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണ്? 4500 ആണ് അല്ലേ. അപ്പൊ അത് എഴുതുക. ഫസ്റ്റ് 4500 എഴുതുക. ദെൻ നെക്സ്റ്റ് ഏതാ വരിക? 2000. ദെൻ അടുത്തത് ഏതാ വരിക? 1500. ദെൻ 1250. then 1200, then 1000, then 850, then 600. Activity 3 archery competition ആണ്. There was an archery competition in the mall. Bobby and his family participated in the competition. എന്താണ്? മാളിലൊരു അമ്പെയ്ത്ത് മത്സരം ഉണ്ടായിരുന്നു. അതില് ബോബിയുടെ ഫാമിലിയും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നടുക്കലത്തെ സർക്കിളിലെ അമ്പെയ്യാണെങ്കിൽ 1000 പോയിന്റ്സ് കിട്ടും. 500, 200, 100 അങ്ങനെ കുറഞ്ഞു വരും കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Bobby's father hit each one of the circles once. How many points did he score എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ബോബിയുടെ അച്ഛൻ ഓരോ സർക്കിളും ഒരു തവണ ഹിറ്റ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എത്ര പോയിന്റ്സ് സ്കോർ ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ വരിക? 1000 ഹിറ്റ് ചെയ്തു, 500 സർക്കിളിലും ഹിറ്റ് ചെയ്തു, 200 സർക്കിളിലും ഹിറ്റ് ചെയ്തു, 100 സർക്കിളിലും ഓരോ തവണ ഹിറ്റ് ചെയ്തു. അപ്പൊ എത്രയാ? ഇതെല്ലാം ആഡ് ചെയ്യണം അല്ലെ. 1000 പ്ലസ് 500 പ്ലസ് 200 പ്ലസ് 100. അപ്പൊ എത്രയാ വരിക? 1800 പോയിന്റ്സ് ആണ് കിട്ടുക അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബോബീസ് മദർ ഹിറ്റ് ദ 1000 സർക്കിൾ twice and the 100 circle twice. How many points did she score എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 1000 circle twice എന്ന് പറഞ്ഞാൽ 2000 ആയി, 100 circle twice എന്ന് പറഞ്ഞാൽ 200 ആയി. അപ്പൊ എത്ര ടോട്ടൽ പോയിന്റ്സ് സ്കോർ ചെയ്തത്? 2200. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബോബി ഹിറ്റ് ദ 1000 circle once, the 500 circle twice and the 200 circle once. How many points did he score? അപ്പൊ എങ്ങനെയാ? 1000 circle once എന്ന് പറഞ്ഞാൽ 1000, 500 circle twice എന്ന് പറഞ്ഞാൽ 1000, then 200 circle once എന്ന് പറഞ്ഞാൽ 200. അപ്പൊ 1000 plus 1000 plus 200. അപ്പൊ എത്രയാ വരിക? പോയിന്റ് സ്കോർഡ് ബൈ ബോബി എത്രയാ? 2200. then അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ബോബീസ് സിസ്റ്റർ സ്കോർഡ് 2200 in 4 shots. Which circles did she hit and how many times each എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ബോബിയുടെ സിസ്റ്റർ എന്താണ് 4 ഷോട്ടില് 2200 സ്കോർ ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ സർക്കിളിൽ ഹിറ്റ് ചെയ്തു, ഓരോന്നും എത്ര വീതം വെച്ചിട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ സർക്കിളായിരിക്കും ഹിറ്റ് ചെയ്തിട്ടുണ്ടാവുക? 1000 1 ടൈം, ദെൻ 500 സർക്കിള് 2 ടൈംസ്. അപ്പൊ എത്രയായി? 3 ടൈംസ് ഷോട്ട് കഴിഞ്ഞു അല്ലെ. എത്ര പോയിന്റ്സ് നേടി? 1000ഉം 1000ഉം എത്രയാ? 2000 ആയി. ഇനി ഒരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ടിൽ എത്ര നേടണം? 200ഉം കൂടി നേടണം അല്ലെ. അതായത് 2200 പോയിന്റ്സ് ആണല്ലോ നേടിയത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 200 സർക്കിള് 1 ടൈം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4 ഗസ് ആൻഡ് വിൻ ആണ് കേട്ടോ. There is a guess and win competition being conducted in the mall on the occasion of Onam celebration. Bobby read the board displayed on a refrigerator. അപ്പോ ഗസ് ചെയ്തിട്ട് വിൻ ചെയ്യാം എന്നുള്ളൊരു കോമ്പറ്റീഷൻ നടക്കുകയാണ് കേട്ടോ മാളില്. ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ബോബി റെഫ്രിജറേറ്ററിന്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്ത ബോർഡ് വായിച്ചു കേട്ടോ. അപ്പൊ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗസ് ദ പ്രൈസ് ആൻഡ് ഗെറ്റ് മീ ഫോർ ഫ്രീ എന്നാണ് കേട്ടോ. റെഫ്രിജറേറ്ററിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? പ്രൈസ് ഗസ് ചെയ്തിട്ട് എന്നെ ഫ്രീ ആയിട്ട് നേടൂ എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. മൈ പ്രൈസ് ഈസ് ബിറ്റ്വീൻ 7000 and 8000 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വില 7000നും 8000നും ഇടയിലുള്ള ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. then digits do not repeat എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഒരക്കങ്ങളും എന്താണ് ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലൂ എന്താണ്? the digit in one's place is the number. if we add any number with this number we get that number. അതായത് എന്താണ്? വൺസ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? ഈ നമ്പറിന്റെ കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്താലും നമുക്ക് ആ നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ വരിക? 0 ആണല്ലേ. അടുത്ത എന്താണ്? the number formed by the digits in the hundreds and tens places
ഈസ് ഡബിൾ ദ ഡിജിറ്റ് ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അതായത് ഹൺഡ്രഡ്സിലെയും ടെൻസ് പ്ലേസിലെ ഡിജിറ്റും കൂടി ചേർന്നുണ്ടാകുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്, തൗസൻഡ്സ് പ്ലേസിലെ ഡിജിറ്റിന്റെ ഇരട്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹെൽപ്പ് ബോബി ഫൈൻഡ് ദ പ്രൈസ് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രൈസ് 7,000-ന്റെയും 8,000-ന്റെയും ഇടയിലുള്ളതാന്ന് പറഞ്ഞിട്ടുണ്ട്. 7,000 വെച്ചിട്ടാണെന്ന് നമുക്കറിയാം അല്ലെ. ദെൻ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, the digit in one's place is a number. If we add any number with this number we get that number എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വൺസ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഏതാണ്, ഏതൊരു നമ്പറും നമ്മൾ ഈ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ആഡ് ചെയ്ത നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ സെയിം നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക, ആ 0 ആണ് അല്ലെ. സീറോന്റെ കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ആ നമ്പർ കിട്ടും അല്ലെ. അപ്പൊ വൺസ് പ്ലേസിൽ 0 ആണെന്ന് ക്ലിയർ ആയി. ഇനി നമുക്ക് ടെൻസ് പ്ലേസിലും ഹൺഡ്രഡ്സ് പ്ലേസിലും കാണണം. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് ഇൻ ദ ഹൺഡ്രഡ്സ് ആൻഡ് ടെൻസ് പ്ലേസസ് ഈസ് ഡബിൾ ദ ഡിജിറ്റ് ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അപ്പൊ തൗസൻഡ്സ് പ്ലേസ് 7 ആണെങ്കിൽ എന്താണ്, ഹൺഡ്രഡ്സിലെയും ടെൻസ് പ്ലേസിലെയും കൂടി ചേർന്നുണ്ടാകുന്ന നമ്പർ ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 7 ആണ് തൗസൻഡ്സ് പ്ലേസിൽ എന്നുണ്ടെങ്കിൽ എന്താണ്, 7ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 14 ആണ് അല്ലെ. അപ്പൊ എന്താ വരിക, 1 4. ഹൺഡ്രഡ്സ് പ്ലേസിൽ 1, ടെൻസ് പ്ലേസിൽ 4, ദെൻ വൺസ് പ്ലേസിൽ 0. അപ്പൊ എത്ര എമൗണ്ട് എത്രയാ, 7,140. ആക്ടിവിറ്റി 5 അറ്റ് ഹോട്ടൽ. ആഫ്റ്റർ ഷോപ്പിംഗ് ബോബി ആൻഡ് ഹിസ് ഫാമിലി വെന്റ് ടു എ ഹോട്ടൽ. ദേ ഹാഡ് ഡിന്നർ there. ആഫ്റ്റർ ദ മീൽ ബോബീസ് ഫാദർ ഗേവ് ദ ഫോളോയിങ് നോട്ട്സ് ആൻഡ് കോയിൻസ്. നമുക്കവിടെ നോട്ട്സിന്റെയും കോയിൻസിന്റെയും പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. 500ന്റെ 6 നോട്ട്സ് ഉണ്ട്, 100ന്റെ 2 നോട്ട്സ് ഉണ്ട്, ദെൻ 10ന്റെ എത്ര കോയിൻസ് ആണ്, 2 കോയിൻസ് ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്, ഹൗ മച്ച് മണി ഡിഡ് ദേ സ്പെൻഡ് ദർ എന്നാണ് കേട്ടോ. എത്ര എമൗണ്ട് ആണ് അവരവിടെ സ്പെൻഡ് ചെയ്തത് എന്നാണ്. അപ്പൊ 500ന്റെ 6 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 3,000, 100ന്റെ 2 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 200, ദെൻ 10ന്റെ എത്ര കോയിൻസ് ആ, 2 കോയിൻസ് ആണ് അല്ലെ. അപ്പൊ 20. അപ്പൊ എത്ര വരിക, 3,000 + 200 + 20, 3,220 ആണ് അല്ലെ എമൗണ്ട്. Then അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് ദിസ് എമൗണ്ട് വാസ് പെയ്ഡ് യൂസിംഗ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ്, വിച്ച് നോട്ട്സ് ആൻഡ് കോയിൻസ് വർ ഗിവൺ ആൻഡ് ഹൗ മച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞ എണ്ണം നോട്ടുകളും നാണയങ്ങളും ഉപയോഗിച്ചാണ് 3,220 റുപ്പീസ് നൽകിയതെങ്കിൽ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും നൽകി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എത്ര എണ്ണം എന്നാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ നോട്ട്സ് ആയിരിക്കാം, 500ന്റെ 6 നോട്ട്സ്, അപ്പൊ തന്നെ 3,000 ആയി. അപ്പൊ ലീസ്റ്റ് നമ്പർ ഓഫ് നോട്ട്സ് ആയതുകൊണ്ട് 500ന്റെ 6 നോട്ട്സ് കൊടുക്കാം. പിന്നെ 200ന്റെ 1 നോട്ട്, ദെൻ 20ന്റെ 1 നോട്ട് അല്ലെ. അങ്ങനെ ആവുമല്ലോ. അപ്പൊ എത്ര നോട്ട്സിൽ കൊടുക്കാൻ പറ്റും, 8 നോട്ട്സും കൊണ്ട് നമുക്ക് 3,220 കൊടുക്കാൻ പറ്റും അല്ലെ. അടുത്തത് എന്താണ്, ഇഫ് ദേ ഗേവ് 10 നോട്ട്സ് വാട്ട് ഡിനോമിനേഷൻസ് ഡിഡ് ദേ ഗിവ്. 10 നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ ഏതൊക്കെ ഡിനോമിനേഷനിലുള്ള നോട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നാണ്. അപ്പൊ 10 നോട്ട്സ് ആവണം അല്ലെ. അതായത് 3,220 കൊടുത്തിരിക്കുന്നത് 10 നോട്ട്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 506 നോട്ട്സ് കൊടുക്കാം. അപ്പൊ എത്രയായി, 6 നോട്ടായി 3,000 റുപ്പീസ് ആയി അല്ലെ. ബാക്കി 220 റുപ്പീസ് എത്ര നോട്ട്സിൽ കൊടുക്കണം, 4 നോട്ട്സിൽ കൊടുക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി, 200നെ 2 നോട്ട്സിൽ കൊടുക്കുക, 100ന്റെ നോട്ട് 2 എണ്ണം കൊടുക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, 10ന്റെ 2 നോട്ട്സ് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ആയല്ലോ 10 നോട്ട്സ് 3,220 കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 3,220 10 നോട്ട്സ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഏതൊക്കെയാണ്, 500ന്റെ 6 നോട്ട്സ്, ദെൻ 100ന്റെ 2 നോട്ട്സ്, ദെൻ 10ന്റെ 2 നോട്ട്സ്. അപ്പൊ നമ്പർ ഓഫ് നോട്ട്സ് എത്രയായി, 10 ആയി. ടോട്ടൽ എമൗണ്ട്സ് എത്രയായി, 3,220 കേട്ടോ. ആക്ടിവിറ്റി 6 ഓണച്ചന്ത. ഓൺ ദ നെക്സ്റ്റ് ഡേ ബോബീസ് ഫാദർ വെന്റ് ടു ഓണച്ചന്ത. There was a long queue. He was 21st in the line and his token number was 1098. അതായത് ഓണച്ചന്തയിൽ പോയി ബോബിയുടെ അച്ഛൻ, അവിടെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അച്ഛൻ എത്രാമത്തെയാണ്, 21ാമത്തെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈനില് ടോക്കൺ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, 1098 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ടോക്കൺ നമ്പർ ഓഫ് ദ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആൻഡ് ദ വൺ ബിഹൈൻഡ് ഹിം. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ബോബിയുടെ അച്ഛന്റെ മുന്നിൽ നിൽക്കുന്ന ആളുടെയും അതുപോലെ തന്നെ പുറകിൽ നിൽക്കുന്ന ആളുടെയും ടോക്കൺ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടോക്കൺ നമ്പർ ഓഫ് ദ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം എങ്ങനെയാ കാണുക, നമുക്ക് എന്ത് ചെയ്താൽ മതി, 1098 ആണ് അല്ലെ ബോബിയുടെ അച്ഛന്റെ ടോക്കൺ നമ്പർ. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന ആളുടെ ടോക്കൺ നമ്പർ എത്രയാ, -1 ചെയ്താൽ പോരെ, 1097 ആണ്. ദെൻ ടോക്കൺ നമ്പർ ഓഫ് ദ പേഴ്സൺ ബിഹൈൻഡ് ഹിം എങ്ങനെയാ കാണുക, എന്ത് ചെയ്താൽ മതി, 1098ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി അല്ലെ, അതായത് 1099. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ ടോക്കൺ നമ്പർ ഓഫ് ദ പേഴ്സൺ ഹു വാസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ.
അതായത് ലൈനിൽ ആദ്യം നിൽക്കുന്ന ആളുടെ ടോക്കൺ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബോബിയുടെ അച്ഛൻ 21st ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കാണണം? ഫസ്റ്റില് നിൽക്കുന്ന ആളുടെ ടോക്കൺ നമ്പർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20 നമ്പേഴ്സ് കുറച്ചാൽ പോരെ? 1098 നിന്ന് 20 നമ്പേഴ്സ് കുറച്ചാൽ മതി. അപ്പൊ എത്രയാ വരിക? 1078 വരും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റാർട്ടിംഗ് ഫ്രം ദ നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 1098 വാട്ട് ഈസ് ദ 12th നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് 1098 ശേഷം വരുന്ന നമ്പർ തൊട്ടിട്ട് 12ാമത്തെ നമ്പർ ടോക്കൺ നമ്പർ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 1098 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 1099 ആണ് അല്ലെ. അപ്പൊ 12th നമ്പർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 11 നമ്പേഴ്സ് ആഡ് ചെയ്താൽ പോലെ 1099ന്റെ കൂടെ 11 നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. എത്രയാ വരിക? 1110 ആണ് വരിക അല്ലെ. ഇവിടെ 1098 ശേഷം വരുന്ന നമ്പർ എന്ന് പറയുമ്പോൾ 1099 ആണ് അല്ലെ. അപ്പൊ 1099 ആണ് ഫസ്റ്റ് നമ്പർ. ആ നമ്പർ തൊട്ടിട്ട് 12ാമത്തെ എന്ന് പറയുമ്പോൾ 11 നമ്പേഴ്സ് ആഡ് ചെയ്താൽ പോരെ. അങ്ങനെയാണ് കേട്ടോ. ആക്ടിവിറ്റി 7 അബാക്കസ്. ഡ്രോ ദ നമ്പർ 1012 ഓൺ ദ അബാക്കസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യാം? ഇവിടെ എത്ര പൊസിഷൻ ഉണ്ട്? 4 പൊസിഷൻ ഉണ്ട്. തൗസൻഡ്സ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ്, ടെൻസ് പ്ലേസ്, വൺസ് പ്ലേസ്. എന്ത് ചെയ്യാം? തൗസൻഡ്സ് പ്ലേസിൽ 1 ബീഡ് വരയ്ക്കുക. 100 പ്ലേസിൽ 0 ആണ്, അപ്പൊ ബീഡ്സ് ഒന്നും വരയ്ക്കേണ്ട. 10 പ്ലേസിൽ 1 ബീഡ് വരയ്ക്കുക. 1 പ്ലേസിൽ 2 ബീഡ്സ് വരയ്ക്കുക. അറിയാലോ അല്ലെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൺലി 2 ബീഡ്സ് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് 2 ബീഡ്സ്, 2 മുത്തുകൾ വെച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 1001, ദെൻ 1010, then 1100, then 2000 അല്ലെ. മൊത്തം എത്ര നമ്പേഴ്സ് ആ? 4 നമ്പേഴ്സ്. അപ്പൊ 4 നമ്പേഴ്സ് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് that can be made using 14 beads on an abacus. അതായത് അബാക്കസിൽ 14 ബീഡ്സ് ഉപയോഗിച്ചിട്ട്, മുത്തുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലുതും ചെറുതുമായ 4 അക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 4 ഡിജിറ്റ് നമ്പർ ആണ് ഉണ്ടാക്കേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഒരു പ്ലേസിൽ മാക്സിമം 9 ബീഡ്സ് ഇടാലോ. അപ്പൊ നമ്മള് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ സമയത്ത് 9 ബീഡ്സ് തൗസൻഡ്സ് പ്ലേസിൽ കൊണ്ടിടുക. ബാക്കി 14ൽ എത്ര ബീഡ്സ് ഉണ്ട്? 5 ബീഡ്സ് ഉണ്ട്. ആ 5 ബീഡ്സും എവിടെ ഇട്ടാൽ മതി? 100 പ്ലേസിൽ ഇട്ടാൽ മതി അല്ലെ. അപ്പൊ കിട്ടുന്ന നമ്പർ എത്രയാ? 9500 അല്ലേ. 9500 എന്ന് എഴുതുക. ഇനി അടുത്തത് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് 9 ബീഡ്സും എവിടെ കൊണ്ടിടുക? 1s പ്ലേസിൽ കൊണ്ടിടുക. 4 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 1 ബീഡ് എവിടെ ഇടണം? 1000s പ്ലേസിൽ എന്തായാലും ഇടണം അല്ലെ. ദെൻ ബാക്കി എത്ര ബീഡ്സ് വരും? 9ഉം 1ഉം ആയി. അപ്പൊ 10 ബീഡ്സ് കഴിഞ്ഞു. ബാക്കി 4 ബീഡ്സ് എവിടെ ഇടണം? 10s പ്ലേസിൽ ഇടണം. അപ്പൊ എത്രയാ നമ്പർ വരിക? 1049. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ട്ടോ. എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓക്കെ, ബൈ.